നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയിൽ അടുത്ത സ്കിറ്റ് ഒരു ടീം റെഡിയാണ്. മനു കുമ്പാരി ഉണ്ട്, നമ്മുടെ ശംഭു ഉണ്ട്, കൂടെ ദീപു ഉണ്ട്. ഒരു നല്ല കൈഡി. നന്മകളേറും നാടുണര് മഞ്ഞല ചൂടും നേടുണര് പ്രിയനായി മാറി നാടിൻ മാനസത്തിൽ വാഴും. ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിനക്ക് വെള്ളത്തിന് വെള്ളം, വളത്തിന് വളം, ഫാക്ടം ബോക്സിന് ഫാക്ടം ബോക്സ്, എന്നിട്ടും നീ നന്നാവാത്തത് എന്ത് വാഴേ? എന്നോടാണോ അച്ഛാ? മരവാഴയോടല്ല, കൊലവാഴയോടാണ് ഞാൻ ചോദിച്ചത്. അച്ഛാ എന്നെ ഇപ്പൊ കാണാനുണ്ടെങ്കിൽ അച്ഛാ പകുതി വന്ന വാഴക്കപ്പം കണക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു അച്ഛനെ കളിയാക്കാനായിട്ട് നിൽക്കും. നീ വേഷത്തിൽ എവിടെ പോണ്ടാ? അച്ഛാ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ, എനിക്കിന്ന് പ്രോഗ്രാം ഉണ്ട്. മക്കളെ, നിന്റെ അടുത്ത് നീ ജനിച്ച കാലം തൊട്ട് പറയുന്നടാ മിമിക്രി എന്ന് പറഞ്ഞ് നീ പോവരുത്. അത് കഴിവുള്ളവർക്കാണ്. പിന്നെ നമ്മളെ കുടുംബത്തിലുള്ള ചെറിയൊരു വാസന നിനക്കുണ്ട്. അപ്പനപ്പൂപ്പന്മാരായിട്ട് വില്ലടിച്ചാൻ പാട്ടുകാരായിരുന്നല്ലോ. ഈ വെള്ളമടിച്ച് പാട്ട് പാടുന്നതൊന്നും വലിയ കഴിവായിട്ട് കൊണ്ട് നടക്കരുത്. വെള്ളടിച്ചാ പാട്ടല്ലടാ, വില്ലടിച്ചാൻ പാട്ട്. അങ്ങനെയുള്ള കഴിവുകാരാണ് നമ്മള്. മക്കള് മിമിക്രി പരിപാടി ഒന്നും പറഞ്ഞു പോവരുത്. അച്ഛൻ എന്ത് വർത്താനം പറയുന്നത്? ഞാൻ രക്ഷപ്പെടത്തില്ലെന്നാ. നാളെ മിമിക്രി പരിപാടിക്ക് വേണ്ടിട്ട് ഞാൻ ദുബായിലേക്ക് പോകുവാൻ. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം അടുക്കളക്കകത്ത് 3 നേരവും ആഹാരം ഉണ്ടാക്കി തരുന്നത് ഞാനാണ്. അമ്മ ഉണ്ടായിരുന്നപ്പോഴും അച്ഛൻ അടുക്കളക്കകത്ത് തന്നെയായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്, തുണിയലക്കുന്നതും പാത്രം കഴുകുന്നതും തറ തുറക്കുന്നതും എല്ലാം അച്ഛൻ തന്നെയായിരുന്നു. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കത്തുണ്ടോ? വേറെ പെണ്ണ് കിട്ടാത്തോണ്ടായിരിക്കും. എനിക്കിത് കേൾക്കണം. ഞാൻ ആ സമയത്ത് ഈ സമയത്ത് എനിക്കിത് കേൾക്കണോ? അച്ഛൻ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. പൈപ്പും ചൂട്ടിലെ വെള്ളം കുടിച്ചിട്ടാണ് അതിന്റെ ഞാൻ വളർത്തിയത്. നാലും പൈപ്പും ചോട്ടി വന്ന ചേച്ചിമാരെ കാണാൻ പോയതാന്ന് പറയരുത്. ഞാനൊരു കാര്യം പറയാം, മിമിക്രിക്ക് പോവാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. ഇതാണ് പ്രശ്നം. ഞാൻ മിമിക്രിക്ക് പോകാനുള്ള യോഗ്യ ഇതില്ലെന്ന് അച്ഛൻ എന്തിനാ? പരിപാടിക്ക് ഇപ്പം പോക്കോ. പരിപാടി ഉണ്ടല്ലോ, ഇന്ന് പരിപാടി ഉണ്ട്. റേഷൻ കടയിൽ പോയിട്ട് പോ. എന്ത് കലാഭവൻ രാജ് റേഷൻ കടയിലോട്ട് പോകാനോ? എന്ത് വർത്തമാനമാണ് അച്ഛൻ ഈ പറയുന്നത്? ആര്? കലാഭവൻ രാജ്. കലാഭവന്റെ ഫ്രണ്ടിൽ പോണ യോഗ്യത ഉണ്ടാവും നിനക്ക്? അച്ഛൻ അങ്ങനെ പറയുന്നു വേണ്ട. ഞാൻ സ്റ്റേജിലോട്ട് ചെന്ന് മൈക്ക് എടുത്ത് കഴിയാൻ നേരത്ത് ഇരിക്കുന്ന പ്രേക്ഷകന്റെ നെഞ്ച് കിലുങ്ങും. എങ്ങനെ കിലുങ്ങായിരിക്കും? ഇനി മൈക്കിൽ കൂടെ എന്താണ് കാണിക്കാൻ പോണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വേവലാതിയാണ് അവർക്ക്. അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നു വേണ്ട. നിനക്ക് മിമിക്രി ഭ്രാന്ത് പിടിച്ച് ട്രൂപ്പ് ഓടണമെന്നും പറഞ്ഞ് നിനക്ക് ഞാൻ 1 പവന്റെ മാലയാണ് മേടിച്ചെന്നറിയാല്. അത് ആ മാല ഇപ്പം മിനിയാന്ന് വന്ന് ലേലത്തിന്റെ നോട്ടീസ്. 4K ഇറക്കാൻ പോണോ ലേലം? അതല്ലെന്ന്, പണയം വെച്ച ലേലത്തിന്റെ നോട്ടീസ് വന്നെന്ന്. എന്റെ സ്വർണം പോയത് തന്നെ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിക്കും സ്വർണം തിരിച്ചു കിട്ടാൻ. ദൈവത്തിന്റെ കിലോ കണക്കിനുള്ള സ്വർണം പോയിട്ട് ദൈവം ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 1 കിലോയുടെ സ്വർണ്ണത്തിന്റെ കാര്യം കൊണ്ട് എന്തോ ഉണ്ടാക്കാനാണ്. ശരിയാ. ഞാൻ ജനിച്ച സ്ഥലം തെറ്റിപ്പോയച്ചാ. ഞാൻ വല്ല സിനിമ നടന്ന ശ്രീനിവാസന്റെയാ, മമ്മൂട്ടിയുടെയാ, മോഹൻലാലിന്റെ മോനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇല്ലേ ഞാൻ നേരിട്ട് സിനിമയിലോട്ട് കയറിയത്. എന്നാലും എനിക്കില്ലാത്ത എന്താണ് അവർക്ക് കൂടുതലുള്ളത്? കഴിവ്. അല്ലാതെ പിന്നെന്തോ. എടാ, നമ്മൾ ജീവിതത്തിന്റെ അടിസ്ഥാനം വെക്കണം മക്കളെ. റിസ്ക് എടുക്കുന്നവനെ വിജയിക്കത്തുള്ളൂ. റിസ്ക് എടുത്തില്ലെങ്കിലാ? റിസ്ക് എടുത്തവന്റെ താഴെ പണിയേണ്ടി വരും. എന്തോടാ ശരി മുൻഷി തന്നെ. റേഷൻ കട പോടാ. നല്ല ആള് തന്നെ ഏട്ടാ, നല്ല ആൾക്കാർ തന്നെ ഞങ്ങള്. എന്റെ കൂട്ടുകാരൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് ഷോയ്ക്ക് പോവാണ്. നിങ്ങൾ ഇങ്ങനെയാണോ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? ഭയങ്കര മോശമാണ്. അത് അറിഞ്ഞിട്ട് പ്രശസ്ത മിമിക്രി താരവും സിനിമാ താരവുമായ ജഗതൻ ജഗതി ഈ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഇങ്ങനെയാണോ സ്വാഗതം ചെയ്യുന്നത്? വളരെ മോശമാണ്. ആരാ ഈ ജഗതൻ ജഗതി? ആരാ ജഗതൻ ജഗതി? ഞാൻ തന്നെ ആള് ഞാൻ തന്നെ. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സ്വയം പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കയറി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാനും അവനോട് ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് കയറിയത്. പക്ഷെ അവന് ദുബായിൽ പോകാനുള്ള ചാൻസ് കിട്ടി. എന്നെ താത്തിട്ടാണ് പോയത്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്നാലും ഇവന് നൈസ്. അമ്മവാ, ഓ മൺവെട്ടിയായിട്ട് എന്താണ് പരിപാടി? ഷേവ് ചെയ്തോണ്ടിരിക്കുവാ. നമ്മളിങ്ങനെ കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ മ്യൂസിക് അടിക്കും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ മിമിക്രി വീട്ടിന് മുമ്പ് മിമിക്രി കാണിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബം മൊത്തത്തിൽ നശിപ്പിച്ചത് നീയാ. നിങ്ങളെ വാഴപ്പണ മൊത്തം നശിപ്പിക്കാൻ ഞാൻ വല്ല പന്നി വല്ലുവാണ്? വാഴപ്പണ എന്റെ കുടുംബം മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്നൊരു ചെറുക്കനായിരുന്നു. ചെറുക്കൻ 8ഉം പൊട്ടും തിരിയാത്തൊരു ചെറുക്കൻ. അവനെ മിമിക്രിക്ക് കൊണ്ടുപോയി നശിപ്പിച്ചത് നീയാണ്. ഇത്രയും വയസ്സായിട്ടാ, പോയൊരു കല്യാണം കഴിക്കടാ. കല്യാണം. അതെ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. 38 വയസ്സേ ഉള്ളൂ. സിംഗിളാ ഞാൻ. 38 വയസ്സായെങ്കിൽ സിംഗിൾ അല്ലടാ, നീ അങ്കിളാ. അങ്കിള് വന്നിട്ട് മുമ്പ് പറയുന്നു. എന്റെ മോൻ MBBS പഠിക്കാൻ പോയൊരു ചെറുക്കനാണ്.
അവരെയാണ് നീ മിമിക്രി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. മെഡിക്കൽ ഡിഗ്രി കയ്യിൽ നിൽക്കേണ്ട ചെറുക്കനാടാ എന്റെ മോൻ. മെഡിക്കൽ ഡിഗ്രി കയ്യിൽ നിൽക്കേണ്ട ചെറുക്കൻ. ഒന്ന് നിൽക്കണം. ഈ മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നിങ്ങളെ കിടക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഹിപ്പോക്രാറ്റ്സോ ഐ സ്പെയർ മൈ അപ്പോളോ ഒഫീഷ്യൻ ദാറ്റ് ഐ വിൽ യൂസ് ദി ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു മൈ എബിലിറ്റി ആൻഡ് ജഡ്ജ്മെന്റ്. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആളുടെ ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന്. അതിൽ ഒരെണ്ണം പോലും ഓർമ്മ നിങ്ങളെ ഇതുപോലെയുള്ള മെഡിക്കൽ പ്രശ്നം തരം താഴ്ന്ന ഇറച്ചി കച്ചവടം മാറ്റുന്നത്. മൈൻഡ് ഇറ്റ്. പോയിട്ടാ മക്കളെ, ഓ നീ മറ്റത് പഠിക്കാൻ പോകുന്നുണ്ടോടാ? എന്നാ പോക്കണം കേട് ഇംഗ്ലീഷ്. പോക്കോണന്റെ മുമ്പിൽ നിന്ന് പിന്നല്ലാതെ നീ എന്തിനാ ഇങ്ങനെ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കണ? എന്റെ മോന്റെ കൂടെ ജീവിതം കളയാൻ വേണ്ടിട്ട് നീയെ നശിച്ചു പോയി. ആര്? നീ. ഞാൻ നശിച്ച മിമിക്രി പറഞ്ഞ എന്താ ഉപയോഗം? ഉണ്ട്. ഞാൻ എത്ര സിനിമ 13 സിനിമ ചെയ്ത ആളാണ് ഞാൻ. അറിയാമോ നിങ്ങൾക്ക്? നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? സ്വന്തമായിട്ട് എനിക്ക് ട്രൂപ്പ് ഉണ്ടല്ലേ, മിമിക്രി ട്രൂപ്പ് ഉണ്ട് എനിക്ക്. ഏത് ട്രൂപ്പ്? ചിന്നക്കട ചിരിയൻസ്. പരിപാടിയുടെ പേരെന്തോടാ? മിമിക്സ് രോഗിക്ക് ഹാസ്യ ഗുളിക. നിനക്ക് ഗുളിയല്ലടാ വേണത്. ഇതൊക്കെ ഷോക്കിലേ തീരത്തുള്ളൂ. ഷോക്കില്. ഇന്ന് നിങ്ങൾക്ക് എവിടെയാണ് പരിപാടി? ഇന്ന് എവിടെയാണ് പരിപാടി? എന്നാ തിരുവിതാംകൂറ. എവിടാ? തിരുവനന്തപുരത്താണേ. ചെറുക്കൻ പരിപാടിക്ക് പോയില്ല, അതിന് മുമ്പേ തുമ്മൽ തുടങ്ങി. മാമ ഇപ്പൊ നിങ്ങൾ തുമ്മണ എങ്ങനെയല്ലേ? ആ ദുബായിലോട്ട് പോട്ട്. അവിടെ ചെന്ന് ഞങ്ങൾ തുമ്മണ എങ്ങനെയാണെന്ന് അറിയാമോ? അൽ ഹച്ച്. അവിടെ അറബികളെ ബ്രാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്രാക്കാണ്. നീ ഇപ്പൊ 13 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോൻ മിമിക്രി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് 13 സിനിമയിൽ അഭിനയിച്ച നീ മാത്രം ഇവിടെ നിൽക്കുന്നു? വെറും മിമിക്രി കാണിച്ച് അവൻ ഗൾഫ് പരിപാടിക്ക് പോകുന്നു. അത് ചവിട്ടിത്താക്ക്. അത് വേറെ കാര്യം. ഇവനെ വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വണ്ടിക്കൂലി മുടക്കി സ്ക്രിപ്റ്റ് എഴുതി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ ഞാൻ. എന്നിട്ട് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റേത് ഡിലീറ്റ് ചെയ്ത് പോയി, അവൻ്റെതെല്ലാം വരെയും ചെയ്തു. അതെന്താണ് സംഭവം എന്നറിയാമോ? അവൻ ടെലികാസ്റ്റിംഗ് ആർട്ടിസ്റ്റും നീ എഡിറ്റിംഗ് ആർട്ടിസ്റ്റും ആണ്. അതുകൊണ്ടാ നമ്മൾ ചിന്തിക്കണം. അത് അതുകൊണ്ടല്ലേ അവരങ്ങനെ കൊണ്ടുപോകത്തത്. അല്ല അവൻ നമ്മുടെ പറഞ്ഞില്ലല്ലോ, അത് മോശമായി പോയി. ഒടുവിൽ വന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മോശമായിപ്പോഴാ നീ. എന്തോ മോശം? നിനക്ക് ഗൾഫ് ട്രിപ്പ് വന്നാൽ നീ എന്തിനാടാ എന്റെ വീട്ടിൽ ഒന്ന് പറഞ്ഞത്? ഇപ്പൊ അവരെന്നെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കണം. എനിക്ക് ഇനി അടുത്ത ആഴ്ച പളനി വല്ലതും പോണം. എടാ നീ 13 സിനിമയിൽ അഭിനയിച്ച കാര്യം 40 ഓട്ടം വന്ന് എന്റെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഗൾഫിൽ പോകുന്ന കാര്യം നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാണോ ഞാൻ ചെയ്ത തെറ്റ്? ഭയങ്കര മോശമായിപ്പോ. എന്തോ മോശം? എന്നെ കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തു. നിന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അവിടെ ആർക്കും നിന്നെ അറിഞ്ഞുകൂടാ. നീ രജിസ്റ്റേർഡ് ആർട്ടിസ്റ്റ് അല്ല. എടാ എന്റെ സ്കിറ്റുകളൊക്കെ എടുത്ത് കാണിച്ചു വിടാ. അതിനെ അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് എടുത്തിട്ട് കാണിക്കുന്നത്? പക്ഷെ നമ്മളെ വയലിലേക്ക് നമ്മൾ രണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തില്ല, അതെങ്കിലും കാണിച്ചു വിടാം. നമ്മൾ രണ്ടും കൂടെ പോയിരുന്ന് വട്ട് കളിക്കുന്ന അവർക്ക് കൊടുത്തിട്ട് ദുബായ് പോയി വട്ട് കളിച്ചോണ്ടിരിക്കാനാണ് നമ്മൾ. അവനെ കൂടെ കൊണ്ടുപോകണം. അവൻ തൂങ്ങി പിടിച്ചാലും കിടക്കും. തൂങ്ങി പിടിച്ച് കാണാനായിട്ട് നമ്മൾ അടുക്കള വാതിൽ കാണാനായിട്ട് പോകുമല്ല, ഗൾഫിലോട്ടാണ് പോകണം. അതിന് വിമാനത്തിൽ പോകാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചുമ്മാ ചെന്ന് കയറി കൊടുക്കാനൊന്നും പറ്റത്തില്ല. മാട്ട പരിപാടിക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നു, ഏതെങ്കിലും ഒരു ഇറങ്ങിയ ചാക്കിട്ടൊക്കെ പിടിക്കും. നല്ല പരിപാടിയാ. എന്നിട്ട് ഞാൻ അവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങും. സൂപ്പർടാ. ഞാനും ഉണ്ടാ നിന്റെ കൂടെ. നിന്നെ ഞാൻ കൊണ്ടുപോകും. ആ ട്രൂപ്പിന് ഞാനൊരു പേരിട്ട് വെച്ചിട്ടുണ്ട്. ഓടരുത് അറബി കോമഡി പറയാം. എടുക്ക് പേരടാ. എടുക്ക് പേരല്ലേ? അടിപൊളി. നമുക്ക് ആ ടൈറ്റിൽ തന്നെ കാണിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഞാൻ കാണിക്കോളിയാ. അളിയ ഞാൻ സെറ്റ് ചെയ്യോളിയാ. വേറെ കാര്യം എങ്ങനെയാ അളിയ അവിടെ മാത്രമല്ല എനിക്ക് പരിപാടി സെറ്റ് ആയിരിക്കുന്നത്. മാൾട്ടയിലും ഒരു പരിപാടി ഉണ്ട്. മാട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വിളിയുടെ ഞാനും പറയട്ടെ, പൈസ ഒന്നും കാര്യമില്ലടേ. എടാ മാട്ട അല്ലെന്ന് മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു പരിപാടി. അതെവിടെ? ഒരു സെക്കൻഡ്. യോ മാൾട്ടയിൽ പരിപാടി ഒന്ന് സാറ് വിളിക്കുന്നേ. ഒരു സെക്കൻഡ് ഞാൻ സംസാരിക്കാം. ഹലോ സാറേ. അതെ കലാഭവൻ രാജു. ആ സാറേ പരിപാടിക്കുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദി പാട്ട് പാടാനായിട്ട് ആള് വേണമെന്നാ? ഹിന്ദി പാട്ട് പാടാൻ ഇപ്പൊ ആരാ ഉള്ളത്? ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും. സാറേ റേഞ്ചിന്റെ പ്രശ്നമാണ്. അല്ല ഹിന്ദി പാട്ട് പാടാനുള്ള ആരെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ തമിഴ് പാട്ടായിരിക്കും ഒന്നുകൂടെ സെറ്റ് ആകുന്നത്. വളയോസை കളകള കളക്കിന് കളുകള തിനിക്കുന്നതെല്ലാം വെള്ളം തിനിക്കുന്ന കാലം പോരുത്. இந்த പൂക്കാലം. ഒന്ന് പോയി തരാം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട്. സാറേ നമുക്ക് അത് തമിഴ് പാട്ട് പാടുന്ന ആളെ നമുക്ക് സെറ്റപ്പ് ആക്കാം സാറേ. മണിച്ചേട്ടന്റെ പാട്ടാ. മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ കേരളത്തിലെ ആൾക്കാരുണ്ട് സാറേ. കിടില ആൾക്കാരുണ്ട്. ആരാരുമാവാത്താ ഇങ്ങനെ പാടി നടക്കുന്നോണ്ടാടാ നീ ആരാരും ആകാതെ ഒന്നും ആകാതെ നിൽക്കുന്നത്. കുടുംബവാസിന്റെ പാട്ട് കടി തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ. പട്ടിപിടുത്തം കുട്ടികളിലടി തങ്കമ്മേ. പോടാ പട്ടി പിടിക്കാൻ പോടാ. എന്റെ പുറകെ കിടക്കുന്നത് എന്തിനാണ്? പറയടാ. സാറേ നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി സാറേ, കുഴപ്പമില്ല സാറേ. പിന്നെ ശബ്ദാനുകരണോ ഞാൻ ഒച്ച ഉണ്ടാക്കും. നല്ല വോയിസുകൾ നല്ല അടിപൊളിയായിട്ട് വോയിസ് ചെയ്യുന്ന ആൾക്കാർ വേണമെന്നാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സെറ്റ് ചെയ്യാം സാറേ. വൺമാൻ ഷോ ചെയ്യുന്ന ഒരാളെ. അച്ഛാ ഈ വാഴത്തോട്ടത്തിൽ എവിടെയോ പാമ്പുണ്ട്. ഒരു ചീറ്റൽ കിട്ടില്ലായിരുന്നു അച്ഛൻ. ഒരു സെക്കൻഡ് സാറേ. കണ്ട പാമ്പ് ചീറ്റിയത് കണ്ട.
ബാലകൃഷ്ണൻ ആ കള്ളനായിന്റെ മോനെ എന്റെ ഭർത്താവിനോട് കാണിച്ചു. മമുകോയുടെ മറ്റേ ബാലകൃഷ്ണൻ പറഞ്ഞ ബാലകൃഷ്ണൻ ഈ വിളിച്ചാളുടെ പേര് ബാലകൃഷ്ണൻ എന്താണ്? പാസ്പോർട്ട് ഉണ്ടോ നിനക്ക്? പാസ്പോർട്ട് ഉണ്ട്. എടുത്ത് കത്തിച്ച് കളടാ. ഇനി അത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്ത്- സാറേ, പിന്നെ അതെ ഇവിടെ റേഞ്ച് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് വന്നു പോയത് സാറേ. ആ സാറേ എനിക്ക് വിനായകന്റെ ശബ്ദം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ ചെയ്യാനാ സാറേ? നീ എന്റെ അടുത്ത് വന്ന കാശിനാണ് എന്റെ ലാഭിച്ചതിനുള്ള കാശാണ് എന്താണെന്ന് അറിയാൻ പാടില്ലേ മറക്കല്ലേറ്റോട് ഭയങ്കര സ്നേഹമാണ്. ഞാനേ ദീപ്തി ചേച്ചിയുടെ ശബ്ദം നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്. ഇത് വിനായകനാണെന്ന് ഒരിക്കലും നീ പറയരുത്. സാറേ നമുക്ക് പരിപാടിയുടെ കാര്യമെല്ലാം സെറ്റാക്കാം സാറേ. കൊണ്ടുവരാം. ഓക്കെ. എടാ നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടാടാ. ഒരു ഫോൺ ചെയ്തോണ്ടിരിക്കാൻ നേരത്ത് അതിനകത്തൊന്നും സംസാരിക്കേണ്ട കാര്യം എന്താ? എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പരിപാടിക്ക് പോകാൻ നീ പറ്റി. പരിപാടി ഇത് പുറത്താണ്. ഒരു കാര്യം ചെയ്യ്. മര്യാദക്ക് എന്റെ കൂടെ ഒക്കെ നിന്ന മാൾട്ടയിലെ പരിപാടിക്ക് ഈ മാട്ടേനെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ നിൽക്കാം. ഉറപ്പാണല്ലോ? ഞാൻ നിന്നോളാം ഞാൻ. എന്റെ കഴിവിനെ കുറിച്ച് അച്ഛനോടൊക്കെ ഇത് പറഞ്ഞു കൊടുറാ. ഭയങ്കര കഴിവവന്. യവന്റെ സുനിൽ സുഗത കണ്ടിട്ടുണ്ടോ? എന്തോ? യവനെ പ്രസവിച്ച് നേഴ്സ് എന്റെ കയ്യിലോട്ടാണ് തന്നത്. 2 വർഷം കഴിഞ്ഞപ്പോ അവന്റെ അമ്മ മരിച്ചു. കുളിപ്പിച്ച് അവരെ സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളിലും വിടുന്നത് ഞാൻ തന്നെ. നീ നിന്റെ കാര്യം നോക്കി പോ 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 പോടേ പോ. കാണിച്ചോറാ നിന്റെ സുനിൽ സുഗത. ഞാൻ കാണിച്ചു തരാം എന്റെ സുൽസുഖത. കാണിച്ചോറാ. ഞാൻ പിന്നെ അടുത്ത പോടാ പോടാ പോടാ. എടാ മോനെ മോനെ നിനക്ക് തരാനുള്ള പലിശയുടെ ചേച്ചി ജോസഫേട്ട നിനക്ക് തരും. എന്നാ പൊട്ടട പണി മാനുവലെ എന്താണ് സുനിൽ സുഗതയുടെ സൗണ്ട്. അയ്യോ ഇതായിരുന്നു. അയ്യോ അളിയാ ഇന്നത്തെ പരിപാടി കിടക്കണം. പിന്നെ കമ്മറ്റിക്കാരെന്ന് പറഞ്ഞ എന്റെ കമ്മറ്റിക്കാരാ. ആ. അവർക്ക് സ്ഥിരം പരിപാടി തരുന്ന സംഭവം. ഓക്കേ. സാധനം ഒന്ന് റിഹേഴ്സൽ നോക്കണം. ഓക്കെ Just ഒന്ന്. ഫസ്റ്റ് കുടിയന്റെ സ്കിറ്റ് അല്ലേ? കൂടിയ സ്കിറ്റ് ചെയ്തേക്കാം. അളിയാ. പിന്നെ ആ. ഒരു കയ്യിൽ കിട്ടു. ഒരു സെക്കൻഡ്. റിഹേഴ്സൽ നോക്കണം. അച്ഛാ ഓ വെറുതെ ഇരിക്കുവാണോ? ഓ. ആ മുണ്ട തുരിഞ്ഞു എന്റെ ഭയങ്കര ഓർത്തെങ്കിലും അവന് കൊടുക്കും. ഓക്കേടാ. നീ കുടിയനാകും. ഓക്കെ. ഇച്ച് കഴിഞ്ഞപ്പോഴല്ലോ. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് ഒരു കുടിയനായി പോയല്ലോ. എന്റെ ഭർത്താവ് ഒരു കുടിയനായി പോയല്ലോ. മനുഷ്യ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുവാണ്. കുടിച്ചു കഴിയുവാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം. വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ കേറി കിടക്കാൻ പറ്റിയ സ്ഥലമാണോടി വയറ്. ഫ്രഷ് സാധനം നേരത്തെ അടിയല്ലേ. ഏറ്റ്. ഇഷ്ടപ്പെട്ട് കട്ടാ 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 കൈയടിച്ച് ലോക്കൽസിനൊക്കെ ഓക്കെ ആണല്ലോ. സാധനം പിടി. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാ. ചോദ്യം. ഇനി നിങ്ങൾ ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ ജീവിത പങ്കാളിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാടി? ആ തൊപ്പി വെച്ച അണ്ണൻ. അത് ജീവിത പങ്കാളിയല്ല, എവിടെന്നോ ജീവിക്കാമെന്ന ബംഗാളി. കിടുക്ക് സാധനം. കിടുക്ക് സാധനമാണ് അച്ഛാ. കിട്ടില്ല സാധനമാണ്. അച്ഛാ, അച്ഛാ, ദേ, ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ടും കുടിച്ചിട്ടില്ല. എല്ലാം എന്റെ ആക്ഷൻ മനസ്സിലായി. അഭിനയമായിരുന്നു. മനസ്സിലൊന്നും വിചാരിക്കരുതേ. മക്കളെ ചോടാ. അച്ഛാ. നിനക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ആ അച്ഛൻ ഈ മൺവെട്ടി മേടിച്ചത്. ഓക്കെ. 34 വയസ്സായി നിനക്ക്. യെസ് 34 years old. അത്രയും പഴക്കമുണ്ട് നീയൊക്കെ ഇപ്പൊ ഇവിടെ കളിച്ച ഈ സ്കിറ്റിന്. ഒരു എന്നെ കമ്പ് വർത്താനം പറയണത്. അച്ഛൻ ലോകം വരില്ലേ? അച്ഛൻ അപ്ഡേറ്റഡ് അല്ല, അതാണ് പ്രശ്നം. ചെയ്യാന്ന്. അളിയാ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അളിയാ ഞാൻ ഫോൺ ബിൽ അടിക്കും. ഐറ്റം വേറെ. ഈ ഒന്ന് അച്ഛന്റെ മുമ്പിൽ നിന്ന് മാറി വേറെ അപ്പുറത്തെ പോയി വിളി. ആ ഐറ്റം അല്ല, ഐറ്റം വേറെ വിളിക്കുന്നു. ഹലോ, പറയൂ രാജേഷ് പണാവളി ചേട്ടാ. കിട്ടിയാ? സെലക്ട് ആയ? ഓക്കെ. ഇപ്പൊ കയറണോ? പിന്നെ കയറിയാ? ശരി ശരി. ഓ റിജി സാന്ദ്ര വിളിക്കുമോ? ശരി ചേട്ടാ. ഓക്കെ ചേട്ടാ. ഓക്കെ ഓക്കെ. എന്നാടാ കിട്ടി. എന്ത് കിട്ടി? ഐറ്റം വേറെ പോയില്ലായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് കയറിച്ചല്ല. ഇനി 2 പേരും കൂടെ വേണം. അല്ല 30 പേര് വേണ്ടേ? ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനല്ലേ വിളിച്ചത്? ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനല്ല, അഭിനയിക്കാൻ, ഈ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്. ആരാ? എന്നെ അച്ഛാ അച്ഛാ ഞാൻ ദുബായി പോയി തിരിച്ചു വന്നതിന് ശേഷം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? എവിടാ? ഐറ്റം വേറെയുടെ ഫ്ലോറിൽ സ്കിറ്റ് കളിക്കാൻ പോവാൻ. നേരത്തെ കളിച്ചത് കൊണ്ടാണോ പോകുന്നത്? അല്ല വേറെ നല്ല അടിപൊളി സാധനം ഭാഗ്യം. ആര് പറഞ്ഞു? അല്ല ഞാൻ പോണു. നീ വരുന്നില്ല. ആന്റെ എന്നെ മാത്രമാണ് വിളിച്ചത്. നീ ദുബായി പോയല്ലേ? ആൾക്കാരെ പരിപാടിക്ക് വന്ന് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയാ. ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അല്ല നമ്മൾ രണ്ടുപേരും ഓക്കെ. ഒരാളും കൂടെ വേണ്ട കളിയാ. ഒരാളോ? ഒരാളിപ്പോ എവിടെ നിന്ന് കണ്ടുപിടിക്കും? എവിടെ നോപ്പിക്കുമെന്നുള്ളതാണ് ഇനി. ഞാനും അതായിരിക്കും നല്ലൊരാളെ തന്നെ കണ്ടുപിടിക്കണം. ഓ നിക്കല്ലേ ആര്? വാഴപ്പണയിലെ വടിവേലു. നല്ല ഉഷാറായിട്ടൊരു കൈഡി വരട്ടെ. നല്ല സ്കിറ്റായിരുന്നു. കൊള്ളാം, നന്നായിരുന്നു, കുഴപ്പമില്ലാതെ പോയി. നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് സാധനം കളിച്ചു വിട്ടു. റിഹേഴ്സൽ ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾ കേട്ടോ. ശംഭു കുറേ നേരം ഡെഡായിപ്പോയി. ആ വാടച്ചോട്ടിൽ അങ്ങനെ അതും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ എന്തേലും ഒരു ചെറിയ കൗണ്ടർ കയറി ഇറങ്ങി നിന്നിരുന്നെങ്കിൽ കാര്യം. ശംഭുക്ക നല്ല വെടിയും പുകയായിട്ട് കളിക്കുന്ന. അവിടെ കുറച്ചേരം ശ്രദ്ധിച്ചോ? അത് ഇടയ്ക്ക് വന്ന് ഒരൊറ്റ ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെയും പോയി.
അത് വരാതെ ഒന്നും കൂടെ കളിച്ച് അവനെയും കൂടെ ഒന്ന് കയറ്റിരുന്ന കുറച്ചുകൂടെ ഓളമായിരുന്നു. അതേ ഉദ്ദേശമുള്ളൂ. കുറച്ചുകൂടെ ഡയലോഗൊക്കെ കൊടുത്ത് ശംഭു അവിടെ ഒതുങ്ങിപ്പോയി. കാര്യം നിങ്ങൾ രണ്ടുപേരുടെ ഫസ്റ്റിലത്തെ ആ പോർഷൻ കഴിഞ്ഞതിന് ശേഷം ദീപു വന്നതിന് ശേഷം വാഴച്ചോട്ടിലേക്ക് പോയത്. ദീപുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വാഴച്ചോട്ടിൽ പോയിട്ട് പിന്നെ അവിടെ പാവം ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു കുറവേ ഫീൽ ചെയ്തുള്ളൂ. വേറെ സംഭവങ്ങളുമില്ല. പിന്നെ എൻ്റിലേക്ക് മിമിക്രിയുടെ സംഭവങ്ങളും അതിലേക്ക് എടുത്തതും അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഒരു ഗംഭീരം സാധനങ്ങളിലേക്ക് എത്താമായിരുന്നു. വേണമെങ്കിൽ എത്തിയെടുക്കാമായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം മോനെ മിമിക്രിക്ക് വിടാതിരിക്കുന്ന ഒരു അച്ഛൻ ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതൊന്നും അല്ലട ജീവിതം, വേറെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണത്. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലെ അല്ലല്ലോ ഇന്ന് മിമിക്രിയിൽ ഇറങ്ങുന്ന ഒരു രാജാക്കന്മാരായിട്ട് അങ്ങ് മാറുകയല്ലേ. അതൊക്കെ നല്ല സാധനങ്ങളായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിട്ടങ്ങ് പോയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിച്ചു ചേട്ടാ. മനു, ദീപു, ശംഭു നന്നായിരുന്നട്ടാ. അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു. കാരണം ഇത് കൂടുതലും കണക്ട് ആവണത് നമ്മൾക്കാണ്. അതെ. നമ്മൾ ആ സമയത്തൊക്കെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഒരു 3 കലാകാരന്മാരുള്ളത്. അവർ തമ്മിൽ തട്ടിക്കുട്ടി ഒരു ട്രൂപ്പ് ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ നിന്ന് വേറെ കൊച്ചിയിലേക്കും അങ്ങനെ മാറി കളിക്കും. അത് കറക്റ്റ് സാധനമാണ് നിങ്ങൾ പിടിച്ചത്. അപ്പോൾ കലാകാരൻ ഇപ്പം മിമിക്രിക്കാരനാവണമെന്നില്ല, ഒരു പാട്ടുകാരനായാലും മതി, ഇപ്പം എന്ത് കലയായാലും മതി. അങ്ങനെയായിരിക്കും ആദ്യം കാണുന്നത്. അതൊക്കെ നമുക്ക് നന്നായിട്ട് കണക്റ്റായി. ഈ നസീർക്ക് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കും അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശംഭു എന്ന് വെച്ചാൽ എറിച്ച് കളിക്കണേൽ വില്ലന്മാരിൽ ഒരാളാണ് ഈ ഫ്ലോറിലെ ശംഭു. അപ്പോൾ ശംഭു അച്ഛൻ്റെ കഥാപാത്രമാണ്. അത്രയൊക്കെ ഉള്ളെങ്കിൽ തന്നെയും കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു വടിവേലുവിൻ്റെ ആ സംഭവം എടുക്കുന്നവരെ മമ്മട്ടിയും പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കൊരു സാധനം വന്നുള്ളെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. സുഖം അത് നല്ല സാധനമായിരുന്നു. കാരണം പലപ്പോഴും ഈ ഇന്റർമീനിങ്ങിലേക്ക് പോകുമ്പോൾ സാധാരണ എന്നിട്ടാണ് അവൻ്റെ ഇത് എന്നോട് കണ്ട് അതിങ്ങനെ ഒന്നും നീട്ടിക്കൊണ്ടും പോയില്ല. അത് ഈ ക്ലൈമാക്സ് ഇതുപോലെ ഈ മൂന്നാമതൊരാളെ തപ്പുമ്പോൾ ഉള്ള സാധനങ്ങളും നന്നായിരുന്നു. ഈ പറഞ്ഞ കൂട്ട് നസീർക്ക് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, ശംഭുവിനെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ആയേനെ. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത ഒരു സ്കിറ്റായിരുന്നു ഇത്. കാരണം ശരിക്കും നമ്മളായിട്ട് വളരെ റിലേറ്റഡാണ്. ഞങ്ങളുടെ ആദ്യ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു അച്ഛൻ്റെ ദുഃഖമൊക്കെ പല അച്ഛന്മാരുടെ ദുഃഖങ്ങൾ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് വളരെ ഗംഭീരമായൊരവസ്ഥയിലോട്ട് പോയിരുന്നു. ഞാൻ പിന്നെ മുമ്പ് എന്നോട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു റെപ്പായിട്ട് വർക്ക് ചെയ്യായിരുന്നു 80s. അപ്പം നിങ്ങൾക്കൊക്കെ ജോലിയുണ്ട്, എൻ്റെ മക്കൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ ദുഃഖം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അച്ഛൻ പറയില്ല. പിന്നെ ഈ ശംഭു തുടക്കത്തിലെ ഫസ്റ്റ് ഹാഫ് തകർപ്പനായിരുന്നു. കാരണം മറ്റവരൊക്കെ എന്നെ വെറുതെ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ തകർത്ത് സ്റ്റേജ് പുള്ളി ഉഴുതുമറിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ കോമഡി സ്കിറ്റാണ് ഇവിടെ ഐറ്റം വേറിൽ അവതരിപ്പിച്ചുകൊണ്ട്. ഇത് ശരിക്കും കോമഡി സ്കിറ്റിനേക്കാൾ ഉപരി മിമിക്രി സ്കിറ്റായിരുന്നു. ഇവർക്കറിയാവുന്ന കോമഡി മിമിക്രി ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വളരെ ബുദ്ധിപൂർവ്വം വളരെ ഭംഗിയായിട്ടും ഹാസ്യത്തിലൂടെ ദീപു അത് അവതരിപ്പിച്ച് നമ്മുടെ നാടോടിക്കാറ്റിലെ ശ്രീനിവാസൻ മോഹൻലാലിൻ്റെ പുറകെ നടക്കുന്ന പോലെ ഓരോന്നോരോന്ന് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി അമേരിക്കയിൽ പോകാനായിട്ട് ഇങ്ങനെ കൂടെ വരുന്ന പോലെ ഒരു ഫീൽ നമുക്ക് വന്നു. വളരെ നന്നായിരുന്നു. ഞാൻ കോപ്പി എന്നുള്ള മീനിങ്ങിലല്ല. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ചിരി വന്നത് ഇപ്പോൾ ആനുകാലികത, സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ട് അതിപ്പോ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അതെല്ലാവരും കറക്റ്റ് ഇതാണ്. കാരണം എല്ലാവരും പറയുന്ന ഒരുപാട് ട്രോള് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇവർ കറക്റ്റ് ടൈമിനെടുത്ത് തട്ടിയതെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. ഇവരെല്ലാ ഏരിയയും അതിനകത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശംഭുവിൻ്റെ ഒരു പെർഫോം ചെയ്യാനായിട്ട് വരുമ്പോൾ പുള്ളിയുടെ ഒരു മ്യൂസിക്കോ ഒരു സുരേഷ് ഗോപിയുടെ നടത്തുമോ അല്ലെങ്കിൽ ഐറ്റം വേറെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഒരു ഉഗ്രൻ പെർഫോമൻസ് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പവറിൽ ഫിനിഷ് ചെയ്യായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരം. താങ്ക് യു. പൈസ ആര് കൊടുക്കും? ഞാൻ കൊടുക്കാം. എത്ര രൂപ? ഞാൻ 11,000 രൂപ. 11,000 രൂപ. നസീർക്ക? ഞാനും അത് തന്നെ 11,000. 22,000 രൂപ ആയിട്ടുണ്ട്. പ്രസാദ് അയച്ചോ? അയക്കാം. പോരാ. ടോട്ടൽ 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. പക്ഷെ പോലെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ വേണം. ഗ്യാപ്പിൽ ഐറ്റം വേറിലോട്ട് പോകട്ടോ. കേട്ടോ, കടിച്ചു നോക്കിപ്പോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ സ്കിറ്റല്ല. ഒരു ഉഗ്രൻ പാട്ടുകാരി അങ്ങോട്ട് പരിചയപ്പെട്ടാലോ? പിന്നെന്താ? മഞ്ചേരി നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം മിനി ചേച്ചി ഫ്രം മഞ്ചേരി.
ഇതാണ് മഞ്ചേരിയിൽ നിന്ന് മിനി ചേച്ചി. നസീർക്ക, ഫസ്റ്റ് ടൈം ആണോ നമ്മളെ ഇതേപോലുള്ള ഒരു വേദിയിൽ, അതായത് ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടില്ല. ആ, കൈരളിയുടെ പിന്നെ ഓപ്പണിങ്ങിനൊക്കെ ഞാനായിരുന്നു മാപ്പിളപ്പാട്ട് പാടിയിരുന്നത്. ഓഹോ, വിയൻകുട്ടി മാഷ കൂടെയൊക്കെ. പാട്ടിട്ടുണ്ടോ? ഓ, ശരി, ഓ. പിന്നെ അസീസ് തൈനേരി വരെ, ഉദയഭാൻ അപ്പൊ അവിടെ സാറ്. സ്റ്റേജ് ഷോ ഉണ്ട് നമ്മുടെ നാട്ടില്, അവിടെ മഞ്ചേരി ഭാഗത്തൊക്കെ. ഓ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട്. ഈ ഫ്ലോറിൽ വന്നിട്ടില്ല അങ്ങനെ. പ്രൊഫഷണൽ സിംഗറാണ്. എത്ര വർഷം ചേച്ചി? 32 വർഷം. 32 വർഷമായിട്ട് ഗാനമേളം പിന്നെ ആ മേഖലയില് സജീവ സാന്നിധ്യമാണ് ചേച്ചി. ഓ, മാപ്പിളപ്പാട്ടും ഉണ്ടോ അതേപോലെ തന്നെ? ഓ മാപ്പിളപ്പാട്ടുണ്ട്. അവിടെ അതാണ് കൂടുതലല്ലേ, ഗാനമേളയേക്കാൾ കൂടുതലല്ലേ മാപ്പിളപ്പാട്ടുകൾക്കാണ് അതെ അവിടെ. അതെ. ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി കേട്ടിട്ട്, സംസാരിക്കണം എന്നാണ് അതെ, അതെ. ജഡ്ജിന്റെ അഭിപ്രായം. ഓക്കെ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇൻട്രോഡക്ഷൻ ആവശ്യമില്ലല്ലേ? ഇല്ലല്ല, നമുക്ക് പാട്ട് ടാലന്റ് സംസാരിക്കും. അതെ. ഓക്കെ. ഓക്കെ ചേച്ചി, ഏത് പാട്ട് ആദ്യം? ഇന്ദ്രനീലിമയോലും. ആഹാ. ആഹാ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയത്തിൻ കുന്തലാതാഗ്രഹത്തിൽ പൊന്മുളം കണ്ടുമോതി നീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും. ചിത്രനക്ഷത്രമിങ്ങോ രാവിൻ ശീതാശ്രുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ? പരിവളയിളകി അരുവികൾ കളിയായി തടശിലയെ പുണർന്നു ചിരിപ്പതെന്തേ? ഹംസങ്ങളിട ചേരും വാഹിനി തടങ്ങളിൽ കൺചിമ്മി വനജോത്സ്ന മറഞ്ഞതെന്തേ? അതിൻ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. അതിൻ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഇന്നൊരു ഹൃദയത്തിൻ കുന്തലാതാഗ്രഹത്തിൽ പൊന്മുളം കണ്ടുമോതി നീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. അതിൻ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും. അടിപൊളി. പാട്ട് ഒരു രക്ഷയില്ല.
കേട്ടോ. ഇത്ര വർഷമായിട്ട് ഗാനമേള വേദികളിൽ സജീവമല്ലേ, അപ്പൊ പിന്നെ ഇത്രയെങ്കിലും പാടണ്ടേ? നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദം, കിടിലൻ. ഗംഭീരമായിട്ട് അത് പാടുകയും അല്ല, ചെയ്യും. ഞാൻ ചോദിക്കുന്നത് മിനിക്ക് ഇപ്പൊ ഇത്ര മനോഹരമായിട്ട് പാടിയിട്ട് ഇപ്പൊ റെക്കോർഡ് ഇട്ട പോലെയൊന്നും നമ്മ പല സിംഗേഴ്സും വരുമ്പോ പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിട്ടാണ്. ഇതും റെക്കോർഡ് കേൾക്കുന്ന പോലെ തന്നെയാണ്. ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയിട്ടും ഒരുപാട് ഷോകൾ നടക്കണ്ടല്ലോ പല ചാനലിലായിട്ട്, പാട്ടിന്റെ ആയിട്ട് സംഗീതപരമായിട്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടിയിട്ട് അവിടെയൊക്കെ എത്തിപ്പെടാതിരുന്നതെന്നാണ്? മനഃപൂർവ്വം വരാഞ്ഞിട്ടാണോ? പോയിട്ടില്ലേ? ഓഡിഷനിൽ പോയിട്ടുണ്ട്. ആദ്യം പോയപ്പോ വയസ്സ് കൂടിപ്പോയി. പിന്നെ ഓരോ സ്ഥലത്തും ഭാഗ്യല്ലേ, ഇതിനൊക്കെ ഭാഗ്യം എന്ന് പറയാം. ഇതിനൊക്കെ ഓരോ ടൈമാണ്. അതെ അതെ ഇപ്പൊ ഇവിടെ വരാൻ തന്നെ ഒരു കാരണമായില്ലേ? അതെ, സത്യം പറയാൻ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ ഇത് തെരഞ്ഞിങ്ങോട്ട് വന്നതാ. ഇപ്പൊ ഒരു സിനിമയിൽ പാടി വെച്ചിട്ടുണ്ട്, മാന്നി എന്ന് പറഞ്ഞല്ലേ. അതൊക്കെ ഞാൻ അങ്ങോട്ട് ഓരോ അപ്ലൈ ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. ഒക്കെ ഇങ്ങോട്ട് തെരഞ്ഞു വന്നിരിക്കുക. സമയം നമുക്ക് വരാനുള്ള നമ്മുടെ കയ്യിൽ തന്നെ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രയത്നം വേണം. പ്രയത്നിച്ചിട്ടും ഈ പറഞ്ഞ പോലെ വരാനുള്ള നമുക്ക് തന്നെ വന്നു ചേരും, അത് വരാനും. പക്ഷെ എന്നാലും ഒരു പ്രയത്നം നമ്മുടെ പേരിൽ വേണം. ചെയ്യുന്നുണ്ട്. നേരത്തെ ആഗ്രഹിച്ചതൊക്കെ ചിലപ്പോ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കോ ഇനി വരാനിരിക്കുന്നത്. അതെ അതെ അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? 2 അനിയനും 1 അനിയത്തി, അമ്മ. അവിടെ ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ ഞാൻ ഹസ്ബൻഡും ഉണ്ട്. ഇപ്പൊ ഒന്നിച്ചാണ് താമസിക്കുന്നത് അവിടെ. അവര് തറവാട്ടിൽ വേറെ അമ്മയും അവരെ പെങ്ങന്മാരൊക്കെ ഉണ്ട്. പുള്ളി പാട്ട് പാടുമോ? ചേട്ടന്റെ പേരെന്താണ് പുള്ളിയുടെ? ഇല്ല, ഗിരി. പാട്ട് കേൾക്കും എന്നെ കൊണ്ട് പാടുവിടും. അതാ അടുത്ത പാടാ ചേച്ചി. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇന്നേരിപ്പൻ തലപ്പാവ്, ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന, ചങ്ങലയിൽ പൊന്ന് തന്നതാരി സമ്മാനം. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇന്നേരിപ്പൻ തലപ്പാവ്. നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇന്നരിപ്പൻ തലപ്പാവ്, ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന, ചെങ്ങലയിൽ പൊന്ന് തന്നതാരി സമ്മാനം. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇന്നരിപ്പൻ തലപ്പാവ്. നല്ലൊരു കൈയടി ആവാം. കിടക്കാച്ചി അല്ലേ? നല്ല സോങ് സെലക്ഷൻ ഒക്കെയാണ്. ഈ പാട്ടൊക്കെ അങ്ങനെ റയർ ആയിട്ടാണ് എപ്പോഴും എല്ലാരും വന്ന് പാടുന്ന പാട്ടുകളല്ലേ ഇത്? ഏത് ട്രൂപ്പിലാ പാടുന്നത് ഇപ്പോ? ഞാൻ 18 വർഷം ശ്രീരാഗം ഓർക്കസ്ട്ര ഇവിടെ വയനാട് മീനങ്ങാടിയിലാണ്. പിന്നെ 2 വർഷമുള്ളൂ വിയൻകുട്ടി മാഷ്, 8 വർഷം പയ്യന്നൂർ ആസിസ്താനിന്റെ കൂടെ. പിന്നെ വിളിച്ചാ പോകും. അതിൽ കൂടുതൽ മാപ്പിള പാട്ടുകളാണ് പാടുന്നത് അതോ എല്ലാ പാട്ടും ഉണ്ടോ? വിയൻകുട്ടി മാഷതായാലും ആസിസ്താനിന്റെ ആയാലും പ്രസംഗം കഴിഞ്ഞ ഉടനെ ഭക്തിഗാനം ഞാനാ പാടുണ്ടാവുക. സംഗീതം പഠിച്ചിട്ടുണ്ടോ? 2 വർഷമുള്ളൂ. ചെറുപ്പത്തിലെ
അല്ലല്ല 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാൻ 5ാം വയസ്സിലാണ് മറ്റേ കാറ്റുതാരാട്ടൊന്നുമില്ല പാട്ട് പാടണം മൈക്കില്. മ്യൂസിക് ഒന്നും ഇല്ലല്ലോ അന്ന്. എന്താ 2 വർഷം പഠിച്ചിട്ട് അവസാനിപ്പിച്ചത് എന്താണ്? ഓരോ സാഹചര്യം. എല്ലാവരുടെയും നിങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോഴും ഒരിടത്ത് എത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്, നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ റേഞ്ച് അങ്ങ് മാറും. നിങ്ങൾ അവസരങ്ങൾ വരും നിങ്ങൾക്ക്. മിനിക്ക് മിനിയുടേതായ ഒരു ശൈലിയുണ്ട്. അല്ല, നല്ല ശബ്ദം. ഈ നമ്മുടെ ശബ്ദത്തിനൊക്കെ നമ്മൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? അതെ അതെ. കാരണം അത് പുളികളൊന്നും കഴിക്കില്ല. ആ ക്വാളിറ്റി നമ്മള് കേൾക്കാൻ പറ്റേണ്ടത്. കാരണം ഔട്ട് ഭയങ്കര രസമാണ് ഔട്ട് കേൾക്കാനായിട്ട്. ശബ്ദത്തെ ഇത്രയും നന്നായിട്ട് സംരക്ഷിച്ചപ്പം പാട്ടുകൂടെ പഠിക്കായിരുന്നു. ഇനി ഏതാണ് പാട്ട്? ശിവമല്ലിക്കാവിൽ. അനന്തഭദ്രം. ശിവമല്ലിക്കാവിൽ കോവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളിപ്പാട്ടു പാടും പഞ്ചമം കേട്ടു. ശിവമല്ലിക്കാവിൽ കോവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളിപ്പാട്ടു പാടും പഞ്ചമം കേട്ടു. മഴയുടെ മിഴിയഴകിൽ എരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ കവിതകൾ ഉതിരുകയായി. ജപമാല പോലെ ഞാൻ മിടിച്ചു മൗനമായി. ശിവമല്ലിക്കാവിൽ കോവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളിപ്പാട്ടു പാടും പഞ്ചമം കേട്ടു. ശിവമല്ലിക്കാവിൽ കോവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളിപ്പാട്ടു പാടും പഞ്ചമം കേട്ടു. മിഴിയുടെ മൊഴിയഴകിൽ എരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ കവിതകൾ ഉതിരുകയായി. ജപമാല പോലെ ഞാൻ മിഴിച്ചു മൗനമായി. ശിവമല്ലിക്കാവിൽ പാടും പഞ്ചമം കേട്ടു. അസാധ്യം. പാടിയ 3 പാട്ടും അല്ലേ? രസമായിട്ടാ പാടിയേ. ചേച്ചി ആരാ കൂടെ വന്നേ? ഗിരിചേട്ടൻ. ഹസ്ബൻഡ്. ഗിരിചേട്ടനെ വിളിച്ച് ഒന്ന് പരിചയപ്പെട്ട സമയമായിരിക്കുന്നു അല്ലേ? വിളിച്ചോളൂ. കുട്ട പാടക്കുട്ട. ഇതാണ് ഗിരിചേച്ചിയുടെ സ്വന്തം കുട്ടൻ. നമുക്ക് ഗിരിചേട്ടൻ നല്ലൊരു കൈയടി. കുട്ടച്ചേട്ടൻ സംസാരിക്കട്ടെ, ഗിരിചേട്ടൻ സംസാരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരുന്നത്. പുറത്തായിരുന്നു, കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട്. എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. ശരി. അവിടെ എന്ത് ജോലിയാണ്? അവിടെ സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കല്ലുവാതുക്കൽ എന്ന സ്ഥലത്ത്, കൊല്ലം ജില്ലയിൽ. എന്റെ സ്ഥലം വർക്കലയാണ്. പിന്നെ ഇതെങ്ങനെ സെറ്റായി? വർക്കല ഒരു കൂട്ടുകാരന് കല്യാണത്തിന് പോയതാണ്, അവിടെ പാടാൻ വന്ന്. അങ്ങനെ ആണ് ആദ്യമായിട്ട് കണ്ടപ്പോൾ. അല്ലേ? കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി, അവിടെ പാടാൻ വന്നു, പാട്ട് കണ്ട് ഇഷ്ടമായി, കുട്ട വരുന്നോന്ന് ചോദിച്ചു, കുട്ടൻ വന്നു, കുട്ടനായി. കുട്ടി പോരൂന്ന് പറഞ്ഞു. സെപ്റ്റംബർ 7-ാം തീയതി 19 വർഷമായി. എന്തായാലും വളരെയധികം സന്തോഷം അല്ലേ ജീവ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്നായിരിക്കും ഉയർച്ച വരാൻ പോണത്. അങ്ങനെ ആവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അല്ലേ? ചേച്ചിയും ഗിരിച്ചേട്ടനെ കാണാൻ പറ്റിയതിൽ. രണ്ടുപേരും മാപ്പിളപ്പാട്ട്. തീർച്ചയായിട്ടും. രജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലെ കാത്തിരിക്കും മാരനെ നീ ഇന്നു പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരന് നീ നൽകു പൂമോളെ. രജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലെ കാത്തിരിക്കും മാരനെ നീ ഇന്നു
കനകപ്പൂമോളേ. ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ. അടുത്ത പ്രാവശ്യം ഈ വേദിയിലേക്ക് വരുമ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗർ അല്ലേ, വലിയൊരു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ആ ടാലന്റ് ഷോക്കേസ് ചെയ്ത ഒരു മിനി ചേച്ചി ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നു ചേട്ടാ. അപ്പോഴും ഉണ്ടാവണം കുട്ടാ. ഇത്തിരി സന്തോഷം ചേട്ടാ. കേട്ടോ ചേച്ചി, ഇത്തിരി സന്തോഷം. ഒരു നല്ല കൈഡി കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ. ഇറക്കാം. നമ്മുടെ കൊച്ചുപ്രതിവേട്ടനുണ്ട്, രാജ് പാലോടുണ്ട്, കൂടെ അമലും ഉണ്ട്. ഒരു നല്ല കൈഡി. ഹരഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. എന്നാടാ ഈ പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ ഈ പുള്ളിക്ക് മനസ്സിലാവണ്ട. ഈ പുള്ളി അങ്ങനെ പ്രസവിക്കണ്ട. ഇതെന്നടാ പള്ളിപ്പെരുന്നാളിലും മേടിച്ച ചയ്യ മൊബൈലോ എന്ന് പറഞ്ഞ മനസ്സിലാവണ്ടേ? മനസ്സിലായാലും നീ ഇപ്പം മനം പറിച്ചിട്ടാര് സാറേ ആ വർത്താനം പറയരുത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു പോലീസുകാരനാണ് ഞാൻ. നീയോ? പിന്നെ ഈ സിറ്റി ഹോസ്പിറ്റലിൽ ബോംബുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പം സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡിന്റെ വണ്ടിയായിട്ട് ഞാൻ അവിടെ ചെന്നില്ലേ. എന്നിട്ട് എന്തുണ്ടായടാ? പട്ടിയെ കയറ്റാൻ മറന്നുപോയി. അത് സംഭവം പറ്റിപ്പോയി. പക്ഷെ ഞാൻ അവിടെ സമയത്ത് ചെന്നല്ലോ. എന്നിട്ട് ബാക്കി പോലീസുകാരായി ഞങ്ങൾ വന്ന് നോക്കുമ്പോ ഒരു ബിസ്ക്കറ്റ് പോലും മണത്ത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത കില്ലപ്പട്ടിയായിട്ട് ഇവൻ ഐസു കയറി നടക്കണ്. പിന്നെ അല്ല അണ്ണോണാണല്ലോ. അണ്ണാനോ? നശിപ്പിക്കുവാണല്ലോ. അല്ലല്ല. ഹലോ, മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വിഷയം ഉണ്ടാക്കണോ? കോട്ടയേറിയല്ലോ. ഞാൻ വന്ന അവനെ നട്ടല് ഞാൻ ചവിട്ടി ഓടിക്കും. നിങ്ങൾ എവിടെയാന്ന് പറ. എവിടെ? എഴുതിയെടുത്തറ. മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വിഷയം ഉണ്ടാക്കും. എഴുതിയെടുക്ക്. എവിടെ? കോട്ടയത്ത് നിന്ന് പരിപ്പ്. സാർ കോട്ടയത്ത് സ്ഥലത്തിന്റെ പേരെ പറഞ്ഞ. കോട്ടയത്ത് നിന്ന് പരിപ്പിന്ന് ഒളച്ച പോണ റൂട്ട് ജംഗ്ഷനിന്ന് 4-ാമത്തെ വീടാ. എടാ ജംഗ്ഷനിൽ 4-ാമത്തെ വീട് എഴുത്. 4-ാമത്തെ വീട് എഴുതടാ. ജംഗ്ഷനിൽ 4-ാമത്തെ വീട്. ഞാൻ എഴുതത്തില്ല. എന്നെ പെണങ്ങണ എന്തിനാ അതിന്? അതെന്റെ വീടാ. അപ്പൊ ഇത് ആരാ എന്നെ വിളിച്ചേ? എന്റെ അമ്മയാ. ഞങ്ങളുടെ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എന്റെ അമ്മയെ എന്നെയും തല്ലും. ഞങ്ങൾ വിളക്കുന്നത് വരെ ഇരുന്ന് കരയും. അമ്മ ലൈനിലുണ്ടല്ലോ അല്ലേ? ഇതിന്റെ പ്രധാന പ്രശ്നം അമ്മയുടെ ഭാഗത്താണ് തെറ്റ്. കാര്യം അമ്മ പ്രസവിച്ചത് ഒരു കൂവക്കഴങ്ങിനെയായി. അതാണ് നിങ്ങൾ എല്ലാ ദിവസവും കിടന്ന് തല്ലും മേടിക്കണത്. ഇവൻ വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നം പരിഹരിച്ചോളും കേട്ടോ. എടാ നിനക്ക് നാണമുണ്ടോടാ? നിനക്ക് നാണമുണ്ടോ? നീ ഒരു പോലീസുകാരനല്ലേ, നിനക്ക് പ്രതികരിക്കാൻ പാടില്ലേ? അയ്യോ, എന്റെ അച്ഛനോട് പ്രതികരിക്കാൻ പറ്റത്തില്ല. എന്റെ അച്ഛൻ ആരെന്നറിയാവോ? നീ ഒരു പരാതി എഴുതി തന്നാ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ട് തരാം. അയ്യോ അങ്ങനല്ല. പിന്നെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് അറിയപ്പെടുന്ന ഒരു കേടിയാണ്. ഞങ്ങളെ തറവാട്ടിലാണ് ഈ എന്തെങ്കിലും നാട്ടിൽ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അച്ഛൻ തീർപ്പ് കൽപ്പിക്കും. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ തോർത്തുകളുണ്ട്, ഇങ്ങനെ കൈമാറി. അത് അച്ഛനടുത്ത് ഇങ്ങനെ ഇടും. എന്നിട്ട് ഈ പ്രശ്നം നടത്തിയ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ തോർത്ത് കൊടുക്കുന്നു, തീർപ്പ് കൽപ്പിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലെ തീർപ്പ് കൽപ്പന. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തോർത്ത് കച്ചവടം എന്ന് പറയും. ഹലോ ചേട്ടാ. ഞാൻ ഡ്യൂട്ടിയിലാ. ഇച്ചയം വരാം. അതെനിക്കറിയാലോ. ഞാൻ അതുകൊണ്ട് കേക്ക് മേടിച്ചിട്ടുണ്ടല്ലോ. 12 മണിക്ക് MLA മന്ത്രി ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലോ. ഉറപ്പാണ്. ആ ശരി. എന്താ സാറേ? നിനക്കറിയാമോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷമായി. കഴിഞ്ഞ വർഷം പോലീസ് ആയതുകൊണ്ട് എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്തവണ എന്റെ ഭാര്യയുടെ തലയിലടിച്ച് സത്യം ചെയ്ത് ഇത്തവണ വെഡിങ് ആനിവേഴ്സറിക്ക് രാത്രി 12 മണിക്ക് കേക്ക് മുറിക്കുന്നു. എന്റെ കാലക്കേടിന് ഇന്ന് മന്ത്രി വരുന്ന എനിക്ക് പോകാനും പറ്റുന്നില്ല. സാറ് പോവുക, ഒരു 2 മണി 3 മണി സമയത്ത് കേക്ക് മുറിച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോന്നാ പോരെ. എടാ നിനക്ക് കല്യാങ്കാട്ട് നീലേനറിയോ? എനിക്കറിയാം, ഭയങ്കര രക്ഷയല്ലേ. എന്റെ ഭാര്യനെ വെച്ച് നോക്കുമ്പോ അവര് പഞ്ചഭാവ. എന്ന് ഞാനെങ്ങാനും 12 മണിക്ക് ചെന്നില്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യണ എന്റെ പകരം അവൾ എന്റെ നാക്ക് കട്ട് ചെയ്യും. അതൊക്കെ എന്റെ ഭാര്യ. ഒരു പെണ്ണിനും ഇല്ലാത്തൊരു പ്രത്യേകത അവക്കുണ്ട്. കരഞ്ഞാ പിന്നെ തല്ലത്തില്ല. പൊട്ടിക്കരഞ്ഞാ എന്നെ തൊടത്തില്ലല്ലോ അവള്. ചേരത്തില്ല കേട്ടോ. എന്തോ ഭാര്യയോ? ഭാര്യയല്ല, പിന്നെ ഈ മീശ. സാറേ ആ വർത്താനം പറയും. പിന്നെ ഏത് വർത്താനം പറയണോ? സാറേ എന്റെ ഭാര്യ ഞാൻ പൊന്നുപോലെ നോക്കണം. സാറിനറിയോ? പിന്നെ ഇങ്ങനെ വിളിക്കുന്നു. കഷ്ടമാണല്ലോ ഇത്. ഹലോ മോളെ. ചേട്ടാ. ആ പറഞ്ഞേ. മോളെ ഞാൻ പറഞ്ഞില്ലേ ഈ മന്ത്രി ഇങ്ങനെ എനിക്കതൊന്നും കേക്കണ്ട. നിങ്ങൾ എപ്പോ വരൂന്ന് പറ. ഞാൻ വരൂലോ, 12 മണി കഴിഞ്ഞ് വരൂലോ. ഗിഫ്റ്റും തന്നില്ല, ഒന്നും തന്നില്ല. ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ മോളുടെ കാണാൻ വേണ്ടി വന്നത്. സ്നേഹിലെന്ന് ആരാ പറഞ്ഞേ? മോളോട് നല്ല സ്നേഹം ഉണ്ടല്ലോ. എനിക്കൊരു ഉമ്മതാ. ഉമ്മ തരാൻ പറ്റില്ല. അമ്പിളിക്കുട്ടൻ ഇവിടെ കിടന്ന് ഇറങ്ങണ്ട. അവൻ സ്റ്റേഷനിൽ പോയി പറയും. അവൻ സ്റ്റേഷനിൽ പോയി പറയുന്നു.
ഇല്ല പറയൂല താ. ആരാ അവിടെ? എവിടെ? ഒന്ന് പോയി അവിടെ വരെ പോയി നോക്കിട്ട് വന്നു. എന്തിന്? നോക്കിട്ട് വന്നേ. അവിടെ എങ്ങും ആരുമില്ല. അവിടെ ആരോ നിന്ന് കറങ്ങണുണ്ട്, നീ ഒന്ന് നോക്കിട്ട് വന്നേ. ഞാൻ നേരത്തെ ടോർച്ച് അടിച്ച് നോക്കിയാൽ അവിടെ എങ്ങും ആരുമില്ല. വെട്ടി മൂടാനായിട്ട്. ചേട്ടാ ഉമ്മ താ ചേട്ടാ. താ. എന്നാ? ഞാൻ ഇങ്ങനെ അടിച്ച ഇങ്ങനെ അടിച്ച എങ്ങനെ കാണിച്ചേ? ഇങ്ങനെ അതിലെങ്ങനെ കാണിച്ചേ? ചുമ്മാ ഇങ്ങനെ അടിക്കും ബോറടിച്ച്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ ആരോ ഉള്ളതുപോലെ അവിടെ പോയി നോക്കിയിട്ട് വന്നല്ലോ. അതിനോട് ഞാൻ ആദ്യം പറഞ്ഞു അവിടെ പോയി നോക്കിട്ട് വരാം. അപ്പൊ നീ എന്റെ കൂടെ ഞാനെന്നാണ് നിന്റെ ഭാര്യയോ? അപ്പൊ നിങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയത്. ഇപ്പൊ നോക്കാൻ പറഞ്ഞാൽ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നോക്കണം. നിങ്ങൾ ഏതാണ് പറഞ്ഞത് കറക്റ്റ് എന്ന് പറ. സത്യം പറടാ, നീ അവിൽ മിൽക്ക് കുടിച്ചോണ്ടിരുന്നപ്പോ നിന്നെ പിടിച്ച് പോലീസ് ആക്കിയതാണോ? അതെന്തോ വർത്താനം സാറേ. ദേഷ്യം പിടിക്കല്ലേ സാറേ. ചേട്ടാ വേഗം വീട്ടിലേക്ക് വാട്ടാ. വാവേ, എന്തോ നിനക്ക് എത്ര പ്രായം ഉണ്ടടാ? 42. നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് പുഴുങ്ങണേ? ഞാൻ നിന്നെയാണോ വാവേന്ന് വിളിച്ചത്? പിന്നെ എന്റെ അമ്മ എന്നെ വാവയെന്നല്ലേ വിളിക്കുന്നത്. നിന്റെ അമ്മ നിന്നെ എന്ത് വേണേലും വിളിക്കട്ടാ. ഞാൻ എന്റെ ഭാര്യനല്ലേ വാവേന്ന് വിളിച്ചത്. കഷ്ടമാന്ന് പറ. ചുമ്മാ സമ്മതിക്കത്തില്ല അവൻ കിടന്നു. ആരാ? കപ്പമല ചന്ദ്രൻ. കപ്പമല എന്ത് ഈ പരിസരത്ത് ഇപ്പൊ കിടന്ന് കറങ്ങുന്നേ? ഞാൻ അർപ്പിക്കാൻ വന്നതാ. ഇവിടെ തടിമിൽ അടച്ചല്ലോ. അടിമില്ലിൽ അർപ്പിക്കാനല്ല, പിന്നെ ഋഷിമന്ത്രി കുറച്ചു മുമ്പ് ഇവിടെ കടന്നു പോവും. അപ്പൊ എനിക്ക് അഭിവാദ്യം അർപ്പിക്കണം. എടാ, മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോണ കാരണത്ത് നിന്റെ അഭിവാദ്യം എവിടെ ചെന്ന് പിടിക്കാൻ? ഞാൻ ആരാന്ന് വിചാരിച്ച നീ സംസാരിക്കണേ? നീ ആരാ? യൂത്ത് വിങ്ങിന്റെ മണ്ഡല സെക്രട്ടറി കപ്പമല ചന്ദ്രൻ. എന്റെ ദൈവമേ, കപ്പമല ചന്ദ്രൻ. അതെ, കപ്പമല ചന്ദ്രൻ. ഇപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആരെ പുള്ളിയെ മനസ്സിലായില്ലേ? ഇല്ല. കഴിഞ്ഞ വർഷം സാറ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വന്നിട്ട് നിക്കറിനകത്ത് കട്ടറുമ്പ് ഇട്ട് കൊടുത്തില്ലേ? അത് ഈ പുള്ളിയാ. കപ്പമല്ലേ നീ അങ്ങ് വീർത്തു പോയല്ലോ. കട്ടറുമ്പല്ലേ വീർക്കും. നീ അവന്റെ കൂട്ടുകൂടല്ലേ? മഹാവൃത്തികെട്ടവനവൻ ആണോ? അവന്റെ സ്വഭാവം നിനക്കറിയാമോ? ആശുപത്രിയിൽ ഓർത്തോ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ കൈ കൊണ്ട് നിടിയപ്പം വെച്ചിട്ട് അതിന്റെ നൂലഴിക്കാൻ പറയുക. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് മുടക്കൂന്ന് പറഞ്ഞ് അവന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി കമ്മീഷൻ മേടിക്കുക. മരണ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ പഞ്ച് തമാശ പറയുക. അതൊക്കെയാണ് അവന്റെ ഹോബി. അപ്പളമല്ലേ വിചാരിച്ച പോലെ അല്ലല്ലടാ. ഓരോരുത്തർക്കും ഓരോ എന്റർടൈൻമെന്റ് എന്ത് പറയാൻ പറ്റും. പിന്നെ കിങ്ങിണി വിളിക്കണം. ഈ കിങ്ങിണിക്ക് എന്തിന്റെ കുഴപ്പമോ സാറ്? ഹലോ ചേട്ടാ, നിങ്ങൾ എന്താ ചേട്ടാ വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കണേണോ? അത് പറ്റിക്കണല്ല, പറ്റിക്കണേണ്. സമയം എത്രയെന്നൊക്കെ 11:45. മന്ത്രി വന്നില്ലല്ലോ. അത് മന്ത്രിയാണോ കേക്ക് മുറിക്കണം? നിങ്ങൾ എന്താ മന്ത്രിയുടെ കേക്ക് മുറിച്ച് അവിടെ നിന്നോ? ഒരു പേവുമില്ല ചേട്ടാ. ഞാൻ വിളിക്കാം. എനിക്കൊരു ഉമ്മ. ഇവിടെ വേറൊരുത്തരും കൂടി വന്ന് കയറിയിട്ടുണ്ട്, കപ്പമല്ല. അത് പറയല്ലേ, എനിക്കൊരു ഉമ്മതാ. നീ അവനായിട്ട് അങ്ങോട്ടൊന്ന് മാറി നിന്ന് സംസാരിച്ചു. ആരായിട്ട്? പുള്ളി ഇവിടെ നിൽക്കട്ടെ, പുള്ളി രാഷ്ട്രീയക്കാരനല്ലേ? നീ സമ്മതിക്കത്തില്ലല്ലേടാ? പുള്ളി നമ്മുടെ ആളല്ലേ? എന്തോ എന്താണ് ഒന്ന് അടിച്ച അങ്ങനെ അടിച്ചാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കപ്പമലയും കൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിക്കട്ടെ. ഇനി എന്തിനാണ് നീ മാറി നിൽക്കുന്നത്? നീ ഇനി എന്തിനാ മാറിക്കുന്നത്? നിന്നോട് ഞാൻ എത്ര തവണ പറയണം അവനെ കൊണ്ട് മാറി നിൽക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇനി കേക്കായിട്ട് ചെന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ നീ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ അത് പറഞ്ഞതാ. സാറ് പെട്ടെന്ന് പോയിട്ട് കേക്ക് മുറിച്ചിട്ട് വാ, ഞാൻ അതുവരെ ഇവിടെ ക്ലിയർ ചെയ്യാം. മണ്ടത്തരൊന്നും കാണിക്കരുത്. ഞാൻ പെട്ടെന്ന് പോകുന്നു, കേക്ക് മുറിക്കുന്നു, തിരിച്ചു വരുന്നു. അതുവരെ നോക്കൂലോ? ഞാൻ നോക്കാം. മക്കള് മണ്ടത്തരം കാണിക്കുവോ? ഇല്ല, സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. കേക്കും കാര്യങ്ങളും എടുക്കുവാണേ. ഹലോ, എവിടെ പോവാ? വെഡിങ് ആനിവേഴ്സറിയാ. ആരെ? എന്റെ ആണോ? അന്ന് ഇപ്പൊ പോണ്ട. ഇപ്പൊ പോണ്ടെന്ന് എന്നോട് പോകണ്ടെന്ന് പറയാൻ നീ ആരാ? കപ്പമലെ ഭരണപക്ഷത്തിന്റെ ആളാണ് ഞാൻ. ആഭ്യന്തര എന്റെ പോക്കറ്റിലാണ്, അറിയാവോ? അല്ല, അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? അതല്ലത്, ആഭ്യന്തരമന്ത്രി എന്റെ വലങ്കയ്യ. പ്രോട്ടോകോൾ അറിയാമോ? പിന്നെ എനിക്കറിഞ്ഞൂടെ? അതാ പറ. ഈ ഫോട്ടോയും പോസ്റ്ററൊക്കെ നമ്മള് ഒട്ടിക്കുന്ന പശ, അത് ഫെവിക്കോള്. അപ്പൊ മറ്റേതായിരിക്കും. ഏത്? ടിവിയൊക്കെ മേടിക്കുമ്പോ കിട്ടില്ലേ വെള്ള സാധനം? എന്റെ ദൈവമേ, അത് തെർമോക്കോള്. പിന്നെ ഇതെന്തോന്നാ? പ്രോട്ടോകോൾ സാധനം അറിയാമോ? അവൻ 2 തവണ പറഞ്ഞ് തെറ്റിച്ചുകൊണ്ട് എനിക്കിനി അതിനുള്ള ധൈര്യമില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മന്ത്രി നമ്മുടെ വഴിക്ക് കടന്നു പോകുമ്പോൾ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എസ്കോർട്ട് വേണം. അതാണ് പ്രോട്ടോകോൾ. പ്രതികാരം വിട്ടു ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഒരു ജീവിതമില്ല, കാരണം തൊപ്പി ഞാൻ തെറിപ്പിക്കും. കപ്പമലെ ആരൊന്ന് പോയിട്ട് പെട്ടെന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് നടപടിയില്ല. എന്റെ മന്ത്രി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ എസ്കോർട്ട് വേണം. എന്റെ ജീവനാണ് മന്ത്രി. കപ്പമല്ലേ പോയില്ലെങ്കിൽ ഡൈവോഴ്സ് നമ്മളിപ്പോ കവലയിൽ നിന്ന് 2 പേര് മദ്യപിച്ചോണ്ട് ഒരു സാധനം പിടിച്ചില്ലേ?
അതിനൊരു പെഗ് അവന് കൊടുത്താൽ ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. തൊണ്ടി മുതൽ അത് കൊടുക്കാൻ പറ്റും. ആ തൊണ്ടിന്ന് 2 പെഗ് ഈ തെണ്ടിക്ക് കൊടുത്താൽ സാറിന് വെഡിങ് ആനിവേഴ്സറിക്ക് പോകണം. നിയമം കയ്യിലെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ വെഡിങ് ആനിവേഴ്സറി പോകണ്ടല്ലോ. ശരി പോകട്ടെ. എടാ ചെറുതായിട്ട് കയ്യിലെടുത്തു. ചെറുതായിട്ട് എടുക്കാമല്ലോ. അപ്പമല്ലേ അയ്യോ അയ്യോ എന്താ ചെറുതടിക്കുന്നു. എന്തോ ചെറുതടിക്കുന്നു. എങ്ങനെ ചെറുതൊരെണ്ണം അടിക്കുന്നു. ബ്യൂട്ടിഫുൾ. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖത്ത് നോക്കി വേറൊരു ഡൂക്കിലി പോലീസ് ചോദിച്ചു കേട്ടോ, ചെറുതടിക്കണ്ടോന്ന്. ഇതിന് നീ അനുഭവിക്കും. ഇതിന് ഞാൻ മറുപടി പറയും. നീ നോക്കിക്കോ, ഇതിന് ഞാൻ നിന്നെ കൊണ്ട് മറുപടി പറയിക്കും. 1.5 മതി. ഗ്ലാസൊക്കെ കൈ കൊണ്ട് നടക്കോട്ടെ. നല്ലതാണല്ലോ. അതെ നല്ല സാധനം. വിഷം എന്തോന്നത്? ഇതാണോ ടച്ചിങ്? അതാണ് എന്റെ ടച്ചിങ്. അപ്പോലെ നിങ്ങൾ ഈ ഓട്ടം ചോദിക്കും. സാറേ പോകണ്ട, സാറ് പോകണ്ട, സാറോടെ മാറിയെന്നാ മതി. നിന്റെ പറയുന്ന കേക്ക്. വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒഴിച്ചു കൊടുക്കാം. താണ്ടേ സാറൊന്ന് മാറി. അപ്പൊ സാറ് പോകുന്നു. വെഡിങ് ആനിവേഴ്സറി അടിച്ചു വിളിക്കുന്നത്. സാറിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പൊ സാറ് പോയില്ലേ ഇതുവരെ? അയ്യോ ഒരു പെണ്ണും പിള്ളേനെ കേക്കായിട്ട് അവിടെ നിർത്തിയിട്ട് അത് വലിച്ചു പോണിക്കുമ്പോ കപ്പവലേ ഞാനേ ഫോട്ടോ പെട്ടെന്ന് കപ്പവലി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? അടിച്ചു പൊളിച്ചിട്ടോ കേട്ടാ. അപ്പൊ കപ്പവലെ മന്ത്രി വരുമ്പോഴേക്ക് ഞാൻ കരിങ്കൊടി കാണിക്കും. ഇന്ന് മന്ത്രിനെ ഞാൻ കരിങ്കൊടി കാണിക്കും. കാണിച്ചിരിക്കും. നിന്റെ മാറിയോടാ. ഞാൻ പറഞ്ഞത് അവനെ ഒഴിച്ചു കൊടുക്കരുത്. പറഞ്ഞാ ഇപ്പൊ മന്ത്രിയുടെ കരിങ്കൊടി കാണിക്കരുത്. നിങ്ങളൊന്ന് അടങ്ങ്. കപ്പവലെ മന്ത്രിയെ നീ എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത്? ഒരുപാട് വിഷമമുണ്ട്. എന്റെ മണ്ഡലത്തില് ഇലക്ഷനൊരു സീറ്റ് തരാമോ സാറേ? ഞാൻ ചോദിച്ചപ്പോ ഇവൻ എന്നോട് പറയാ, നീ വല്ല കല്യാണ വീട്ടിലും പോയി ഇലയിട്ട് സീറ്റ് വെച്ച് അവിടെ ഇരുന്ന് ഉണ്ടാച്ചി വീട്ടിൽ പോടാന്നു. കരിങ്കൊടി കാണിക്കാൻ വരട്ടെ. അപ്പം വരതാണ്ട് ഇതൊക്കെ പിടിച്ചാട്ടെ. നീയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. എന്നതാ കൊള്ളാം. വേണ്ടേ കപ്പമല്ലേ? അപ്പൊ ഇനി നമ്മൾ സാറ് വെഡിങ് ആനിവേഴ്സറിക്ക് പോകുന്നു. നിങ്ങൾ കരിങ്കൊടി കാണിക്കുന്നില്ല. ഞാൻ കരിങ്കൊടി കാണിക്കുന്നില്ല. ഇല്ല. അപ്പൊ കപ്പൽ ഇവിടെ തന്നെ കാണുമല്ലോ. പകരം ഞാൻ ഈ നാടൻ ബോംബെറിയും. ഈ നാടൻ ബോംബ് ഞാൻ എറിയും. ഈ എന്തൊക്കെയാണാ കാണിച്ചു കൂട്ടുന്നത് കപ്പമല്ലേ? നോക്കിക്കോ, ഈ നാടൻ ബോംബ് ഞാൻ വണ്ടി. അയ്യോ ഒരു കോള് വരുന്നല്ലോ. എടുത്തോ. ഹലോ. ആ ശരി. മന്ത്രി വന്നിരുന്നു. മന്ത്രിക്ക് ചെറിയൊരു ശാരീരിക അസ്വസ്ഥത നാളത്തേക്കാക്കിയത്. കപ്പമല്ലേ? മന്ത്രിക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥത നാളത്തേക്കാക്കിയെന്ന്. അതെനിക്ക് നേരത്തെ അറിയാവുന്നല്ലോ. നീ എന്താ ഞങ്ങളോട് പറയാത്തെ? എടാതെ എനിക്ക് ഒരു ദിവസം ഒരാളെ തന്നെങ്കിലും ദ്രോഹിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന്. അപ്പൊ എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും നിന്നെ അറസ്റ്റ് ചെയ്യും. എന്ത് കാര്യത്തിന്? നാടൻ ബോംബ് കൈക്കൊണ്ട് നടന്നതിന്. അത് നാടൻ ബോംബല്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചായക്ക് കടിക്കാൻ വെച്ചാ ബോണ്ട. നല്ല ഉഷാറായിട്ടൊരു കൈയടി എല്ലാവരുടെയും. അതാ നസീർക്ക. അമലെ പ്രദീപേ പാലോടെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അങ്ങോട്ട് ഗുമ്മായില്ല. കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇടച്ചിൽ ഫീൽ ചെയ്തു. ഒരു ടൈമിങ് വ്യത്യാസങ്ങളൊക്കെ പോലെ ചെയ്തു. പിന്നെ കൗണ്ടറിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു. ചെറിയ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. മാറ്ററിന് വലിയ ബലമൊന്നും ഉള്ള ഒരു മാറ്റർ അല്ലായിരുന്നു. പെട്ടെന്ന് റെഡിയാക്കി എടുത്ത ഒരു സ്കിറ്റിൻ്റെ ഫീലാണ് കിട്ടിയത്. റെഡിയാക്കിയതാണ്. പക്ഷെ അത് പ്രേക്ഷകരോട് പറഞ്ഞിട്ട് കഥയില്ല. നമുക്ക് ചിരി തന്നെയാണ് ആവശ്യം. കാര്യം നിങ്ങളൊക്കെ അത് തരുന്നവരാണ്. അതുകൊണ്ടാണ് നല്ല സ്കിറ്റുകളുമായിട്ട് വന്നേ പറ്റൂ. അതേപോലത്തെ സിറ്റുവേഷനിലാണ് നമ്മുടെ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം വെടിയും പുകയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക സ്കിറ്റുകളെല്ലാം. അപ്പോൾ എല്ലാം നമ്മളുള്ള ടീമുകളൊക്കെ നല്ല കണ്ടന്റുകൾ തപ്പിയെടുത്ത് നല്ല കൗണ്ടറുകൾ നിറച്ച് അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം നന്നാക്കുക. ശരി ചേട്ടാ.
ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് തമാശ വളരെ കുറവ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ട് ആദ്യം രണ്ടുപേര് കുറച്ച് തമാശകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ വലിഞ്ഞ് നിന്നപ്പോൾ ഞാൻ കരുതി പ്രദീപും കൂടി വന്നു കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയായിരിക്കുന്നത്. പക്ഷേ പ്രദീപ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് കുടിക്കുന്ന അഭിവാദ്യം ചെയ്യാൻ വന്ന ആൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് കരിങ്കൊടി കാണിക്കുന്നൊരു സംഭവം മാറി. അത് അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. അത് നല്ലൊരു സംഭവം വരുന്നത്. ഉമ്മ കൊടുക്കുന്ന സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഒരു നല്ല സാധനമായിരുന്നു. അത് പിന്നെ ഈ ആദ്യം ഒരു ഫോൺ കോൾ വന്നില്ലേ, അത് കിടിലൻ സാധനം വന്നിട്ടാ കോൺസ്റ്റബിളിന്റെ വീട്ടില്. അതേപോലെ പോകുകയായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായേനെ. അപ്പൊ ഏതായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ കിടിലനാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ. ഈ സ്കിറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കുടിയനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുടിയന് വായത്തൊന്നും ഇതൊക്കെ പറയാം. പക്ഷെ നമ്മളെപ്പോഴും സ്റ്റേജിൽ കുടിയനായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. പിന്നെയാണ് ഇയാൾ ഫുൾ ചാർജായിട്ടാണ് ഈ പറയുന്ന ഈ കുടിയൻ സ്കിറ്റുകൾ ഏത് നോക്കിയാലും ഫുൾ ചാർജായിട്ടാണ് പുള്ളി കയറി വരുന്നത്. നമ്മളിവിടെ പുള്ളി പച്ചക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്നാണ് ചാർജ് ചെയ്യുന്നത്. ആ ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ട്. ഈ ലാപ്സാണ് ഇതിനകത്ത് ലാഗായത്. അതായിരുന്നു ഈ സ്കിറ്റിൻ്റെ പ്രശ്നം. ബാക്കിയുള്ള നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം നന്നായിരുന്നു. കുറേ നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. ആ കൗണ്ടറുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഗംഭീരമായിട്ട് വരിക. അത് മാത്രമല്ല, അമൽ സാധാരണ കുട്ടികളി കളിച്ചുകൊണ്ടിരുന്ന ഇതുവരെ വളരെ മെച്ചോർഡായിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു. കുറച്ച് മെച്ചോർഡായി പുള്ളി. തിരി ഒരു SI ഒക്കെ ആയിട്ടുള്ള വേഷം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അമലിൻ്റെ പെർഫോമൻസിനൊരു മെച്ചോറിറ്റി കിട്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം പൈസ കൊടുക്കുന്നത്? ഞാനൊരു 6000 രൂപ. 6000 രൂപ. ഞാനൊരു 5000 രൂപ. ടോട്ടൽ 11000 രൂപ. കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ അങ്ങോട്ട് ഇടാം. ടോട്ടൽ 25,000 രൂപ കുറവാണ്. അടുത്തതിൽ നമുക്ക് പിടിക്കണം കേട്ടോ. അങ്ങനെ വരണം. അടുത്ത പ്രാവശ്യം വെള്ളിയായിട്ട് വരണം കേട്ടോ. എന്തേലും ശരി, വീട്ടിലോട്ട് ചെല്ല്. അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളും കോമഡികളും കൗണ്ടറുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.